ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഉറക്കമായോ? ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി, കാരണം മോൾക്ക് നല്ല സുഖമില്ല. ഇവിടെയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഇവക്ക് ചൂടൊക്കെ തട്ടി വിയർത്തു, അങ്ങനെ ജലദോഷവും ചുമയൊക്കെ ആയി. അങ്ങനെ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നിട്ട് കുറച്ച് നേരമായി. കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇപ്പം കിടന്നതേ ഉള്ളൂ അവൾ, ആവിയൊക്കെ പിടിച്ചിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഞാനിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ തന്നെ, അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത അപ്പാർട്ട്മെൻറ്റാണ്. എന്നുവെച്ചാൽ ഫ്രീ അല്ല, ഞങ്ങൾക്ക് കറണ്ട് ബില്ലൊക്കെ അടയ്ക്കണം. ഞാനിവിടെ ഇൻഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്, അപ്പം അതിനനുസരിച്ച് കറണ്ട് ബില്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു ഫാമിലിയുണ്ട്. ഫാമിലി മീൻസ് എൻ്റെ ഒരു കൊളീഗ് തന്നെയാണ്. ആ മാമിൻ്റെ കുഞ്ഞ് ഇന്ന് പുറത്തിറങ്ങിപ്പോയി, എന്നിട്ട് ആളിനെ കണ്ടില്ല. അപ്പോൾ എല്ലാവരും കൂടെ പാനിക്കായി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം വരുന്നു. അങ്ങനെ പിന്നെ ഞാനും പുറത്ത് പോയി എന്താണെന്ന് അറിയാൻ വയ്യാതെ ബഹളം കെട്ടി ചെന്നപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ സംഭവം കുഞ്ഞ് ഫ്രണ്ടിൽ ഈ സൈഡിൽ മണലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളിത് കണ്ടില്ല. ഇവളങ്ങനെ പുറത്തൊന്നും പോകുന്നതല്ല, പക്ഷെ ഇന്നെന്തോ ഈ പിള്ളേരെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോയതാണ് പറയാണ്ട്. ആള് ഇപ്പോൾ സെക്കൻഡ് ഗ്രേഡിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പേടിച്ചു പോയി. അപ്പോൾ ഇത് കേട്ടിട്ട് ഇപ്പം ചെറുതായാലും വലുതായാലും ഞങ്ങളുടെ മക്കളെന്ന് പറയുന്നത് എപ്പോഴും പ്രഷ്യസ് തന്നെയാണല്ലോ. നമ്മൾ തറയിൽ വയ്ക്കാതെയും പൊടി പറ്റാതെയൊക്കെ പിള്ളേരെ കൊണ്ട് നടക്കും. ഒരു നിമിഷം മതി എന്തും സംഭവിക്കാൻ. അതുകൊണ്ട് അവനവൻ്റെ മക്കളെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ പേടിക്കുക എന്നല്ല എന്നർത്ഥം. എങ്ങും പോവാതെയും അതുപോലെ സേഫായിട്ട് നോക്കുക, ഒരാപത്തും വരാതെ. കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നോ നാളെ നമുക്കത് തിരിച്ചു കിട്ടും. നമ്മുടെ മക്കളുടെ സ്നേഹം അതെന്നും നമുക്ക് തന്നെ ഉണ്ടാവും. കുറച്ച് പോസിറ്റീവായിട്ട് തന്നെ വളർത്തുക. കാരണം നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് എന്തായാലും നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ എല്ലാ സാധാരണക്കാർ പറയുന്ന പോലെ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. ആ കാലമൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷിക്കുക. കാരണം നാളെ നമുക്ക് എന്താണ് അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളുടെ മക്കൾ മാത്രമേ കൂടെ ഉണ്ടാവും. ഈ പറയുന്ന അച്ഛനും അമ്മയും അവരൊക്കെ വയസ്സാവും. അപ്പോൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചും ഉണ്ടായിരിക്കണം. എന്നുവെച്ച് 10 രൂപ സഹായിച്ചാൽ തിരിച്ച് 10 രൂപ എനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ജീവിക്കരുത്. ഇനി ഈ പേരിൽ എന്നെ ആരും ട്രോളാൻ വരല്ലേ പ്ലീസ്. പിന്നെ നിങ്ങൾ രാത്രി എന്താണ് കഴിച്ചത്? കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനിവിടെ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അവൾക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്കിവിടെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കഞ്ഞിയും മാങ്ങയും കൂടെ ചേർത്താണ് കൊടുത്തത്. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ എല്ലാം ഒന്നും പറയണ്ട. ഞങ്ങൾ നോൺ വെജ് ആണല്ലോ, പക്ഷേ ഇത് ജെയിൻ സ്കൂളായതുകൊണ്ട് ഞങ്ങൾക്ക് വെജ് ഫുഡേ ഇവിടെ മെസ്സിൽ കിട്ടാറുള്ളൂ. എന്നും ആകുമ്പോഴത്തേക്കും മടുക്കും. അപ്പോൾ ഞാൻ വല്ലപ്പോഴും കൂടിയൊക്കെ ഇവിടെ പുറത്ത് പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. വല്ലപ്പോഴും കൂടി, എന്നും അല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല കേട്ടോ. ഇവിടെ മീനിന് ഭയങ്കര വിലയൊന്നുമില്ല. അതായത് നമ്മുടെ ഈ രോഹു അങ്ങനെയൊക്കെയുള്ള മീനൊക്കെ ഇല്ല, അതൊക്കെ നാട്ടിൽ ഭയങ്കര വിലയാണ്. 2000-3000 രൂപയൊക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് 200-300 ആ രൂപയൊക്കെ കിട്ടും. നല്ല ലാഭമാണ്. പിന്നെ എന്തുണ്ട്? ഓക്കെ എങ്കിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.